ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേട്ടോ അരിയുണ്ട. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഇത്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ് ഇത്. നല്ല അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കല്ലേ ഇത്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ അതിനർത്ഥം ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ വിളിക്കുമ്പോൾ അമ്മ ചോദിക്കും എന്തെങ്കിലും വേണോ. അപ്പോൾ അമ്മേനോട് ഞാൻ എപ്പോഴും പറയും അമ്മ അരിയുണ്ട ഉണ്ടാക്കി വെച്ചാൽ മതി, അത് മതി, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഏട്ടൻ പറയും, ഓ മോള് വരുന്നുണ്ടാവില്ലേ, അതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഓർമ്മയാണ് ഈ ഒരു അരിയുണ്ട ഞാനുണ്ടാക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു നാഴി ബ്രൗൺ റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നല്ലപോലെ ഇനി വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊരു 5-10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്, എന്നാൽ ആ കളറൊന്ന് വേഗം ഇളകി കിട്ടും. നമ്മളിപ്പോൾ തന്നെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ കളർ പോയി കിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി നോക്കൂ, അതാ ഇതുപോലെ കളർ ഇങ്ങനെ വേറെ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ അരി നമുക്ക് ഊറ്റി വെക്കാം. അതായത് നല്ല അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലെ വെള്ളം കളഞ്ഞ് വെക്കാം കേട്ടോ. ഇതിൽ നമുക്ക് തീരെ വെള്ളം വേണ്ട, ഇതുപോലെ നമുക്ക് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുറച്ചായിട്ട് വറുത്തെടുക്കണം, നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഈ അരി. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്, എത്രത്തോളം ഇത് ഫ്രൈ ആയിട്ട് വേണം എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം ഞാനിത് അതിൻ്റെ ആ അരിപ്പയിലുണ്ടായിരുന്ന പകുതി അരി ഞാനിതിലേക്ക് ഇട്ടു. ഇനി ഇത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ അരിയുടെ കളർ നല്ലപോലെ ബ്രൗൺ കളറാണ്, നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പാകത്തിനുള്ളൊരു പരുവാവണം. അപ്പോൾ നല്ലപോലെ ബ്രൗൺ കളർ ആയാലേ നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് കുറച്ച് സമയമെടുത്ത് ആവുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത്. ഇപ്പൊ നോക്കൂ, ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോരാ, ഇനി ഇത് നല്ലപോലെ ഫ്രൈ ആവണം. ഇപ്പൊ കണ്ടില്ലേ, അതിങ്ങനെ ഓരോ അരിമണികളും ഇങ്ങനെ പൊട്ടി വരുന്നത് കാണുന്നില്ലേ, അതുപോലെ ആവണം നമുക്ക്. അതായത് ഈ ഒരു കളറിലേക്ക് നമ്മൾ അരി വരണേ. അപ്പോഴാണ് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ചൂടാറിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു അരിയുണ്ടയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം കൂടെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എൻ്റെ അരി ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഒരുപാടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ഒരു ട്രിപ്പും കൂടെ നമുക്ക് വറുക്കാണ്ട്, അതും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു. ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മിക്സി കേടുവന്ന് പോകും. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ആയി കിട്ടുന്നത് നമുക്ക് നമ്മുടെ അരി. ഇങ്ങനെ ഒരു രൂപത്തിലാക്കുക. അപ്പോൾ ഇതാ ഞാനിത് മിക്സിയിലൊന്ന് അടിക്കാൻ പോവുകയാണ്. എൻ്റെ ചൂടാറിയിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്, എന്നിട്ടാണ് ഞാനിത് അടിക്കുന്നത്. ഇത് അടുത്ത ട്രിപ്പ് ഞാൻ ചൂടാറാൻ വേണ്ടി ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഒന്നിച്ച് മിക്സിയിലിട്ട് അടിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുത്ത് മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒന്നിച്ച് അടിക്കുകയാണ്. ഇത് നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ എൻ്റെ പൊടി കണ്ടില്ല എങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കെന്താ പറയുക, നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ടിട്ട് അടിക്കണം. അപ്പോൾ ഇതാ ഞാൻ ജാറിലുണ്ടായിരുന്ന പകുതി പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, എന്നിട്ട് പകുതി പൊടിയിലേക്കാണ് ഞാൻ ഇനി ശർക്കര ഇട്ട് അടിക്കാൻ പോകുന്നത്. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറഞ്ഞ മധുരം വേണ്ട വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടം.
അപ്പോൾ ഞാനിവിടെ എനിക്ക് അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവാന്റെ സ്കൂളിൽ ഒരു ക്ലാസ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുത്തയക്കാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ വീട്ടിലൊന്നുമില്ല. അപ്പോൾ രാത്രിയാണ് വിവരം അറിഞ്ഞത് നാളേക്ക് വേണം. അപ്പം എന്നാൽ ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു പ്ലാനിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കില്ല, അപ്പം എനിക്കൊരു വീഡിയോ കൂടെ ആയല്ലോ. അപ്പം അങ്ങനെ കരുതിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ആ ജാറിലുണ്ടായിരുന്ന പകുതി പൊടിയിലേക്ക് ശർക്കരയും നാളികേരം ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പ്ലേറ്റിൽ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയില്ലേ, അതും ഇനി അതുപോലെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ശർക്കര ഇട്ട് നാളികേരം ഇട്ട് ഞാനത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കും. ഒരുപാട് നേരം അടിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ നാളികേരം ഒന്ന് ചതയണം, അതേപോലെ ശർക്കരയും ഇത് മൂന്നും കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ സെക്കൻഡ് ട്രിപ്പിൽ വറുത്ത അരി ഞാൻ ഇതുപോലെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം മിക്സിയിലിട്ട് അടിച്ചതിൽ ശർക്കര കുറച്ച് കൂടുതലാണ്, നല്ല മധുരമുണ്ട്. അത് കാരണം ഞാൻ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പിൽ അരി പൊടിച്ചത് അത് നേരെ മുന്നേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ മധുരം നമുക്കൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ വേണ്ടതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ അടിക്കുന്ന രണ്ടാമത് ഇനി ഞാൻ പൊടിക്കാൻ പോകുന്ന അരിയിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്യും, ഒരുപാട് ആഡ് ചെയ്യില്ല. ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നമുക്ക് കൺട്രോൾ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നാളികേരം അരമുറി എന്തായാലും നമുക്ക് വേണം, ആ ഒരു നാഴി അരിക്ക് നാളികേരം കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ലാസ്റ്റ് റൗണ്ട് മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബോൾ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സൈസിൽ ഉരുട്ടിയെടുക്കാം. വീട്ടിലൊക്കെ അമ്മ എന്താ ചെയ്യുക ഒരു പിടി നമ്മൾ ചോറിന് ഉരുള ഉരുട്ടുന്ന പോലെയൊക്കെ ഉരുട്ടും, ആ ഒരു ഓവൽ ഷേപ്പിൽ. ഇവിടെ ഞാൻ ചെറിയ ചെറിയ പിള്ളേർക്കുള്ളതല്ലേ, ചെറിയ കുട്ടികൾക്കുള്ളതല്ലേ, അപ്പം ഞാൻ ചെറിയ ചെറിയ ബോളാക്കിയിട്ടാണ് ഞാനിവിടെ ആക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് കാണാതെ എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാ പിള്ളേർക്കും ഇത് ഇഷ്ടപ്പെടും, കാരണം നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ഒരു വായക്കയുള്ളൂ നമ്മളൊരു ബോള്, അപ്പോൾ ഇത് കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്